2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഏത് തരത്തിലുള്ള മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതിന് അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പല ജില്ലകളിലും മുൻതൂക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നത് UDFന് അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ശരിയായ പ്രതിഫലനം 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അറിയാൻ കഴിയും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 2021 നില വന്നിട്ട് LDFന് 12 ഇടങ്ങളിലാണ് വിജയം നേടിയത്. UDF ഒരിടത്തു മാത്രം, അത് ചാലക്കുടിയിൽ മാത്രമാണ് UDFന് വിജയം ഉണ്ടായത്. ഇത് LDFന് 12 സീറ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ അതിൽ 7 CPMനും 5 CPIക്കുമാണ്. CPIക്ക് അല്പം മേൽക്കൈ തൃശ്ശൂർ ജില്ലയിലുണ്ട് എന്ന് സാരം. തൃശ്ശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങൾ ഇവയാണ്: ചാലക്കുടി, ചേലക്കര, ഗുരുവായൂർ, ഒല്ലൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, മണലൂർ, കയ്പമംഗലം, നാട്ടിക, കുന്നംകുളം, പുതുക്കാട്, വടക്കാഞ്ചേരി. ഇതിൽ CPMൻ്റെ വിജയമുണ്ടായിരിക്കുന്ന മണ്ഡലങ്ങൾ ചേലക്കരയും ഗുരുവായൂരും ഇരിങ്ങാലക്കുട, കുന്നംകുളം, മണലൂർ, വടക്കാഞ്ചേരി, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ്. CPI വിജയിച്ച മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂരും കയ്പമംഗലവും ഒല്ലൂരും നാട്ടികയും തൃശ്ശൂരുമാണ്. തൃശ്ശൂരിലെ പാർലമെൻറ്റ് സീറ്റിൽ നമുക്കറിയാം VS സുനിൽകുമാർ ആയിരുന്നു. അവിടെ തൃശ്ശൂരിന് ഒരു പ്രാധാന്യം നമ്മൾ കാണുന്നത് BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ജില്ല കൂടിയാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയുമാണ് BJPയുടെ പ്രതീക്ഷയുള്ള ജില്ലകൾ. പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് കിട്ടിയതും തൃശ്ശൂരിൽ നിന്നാണ്, സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ. അതുകൊണ്ട് രാഷ്ട്രീയ കേരള ഉറ്റുനോക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. UDFന് ആകെ 2021 ഉണ്ടായത് ചാലക്കുടിയിൽ മാത്രമാണ്. പക്ഷെ 2016 വന്നിട്ട് വടക്കാഞ്ചേരി ആയിരുന്നു. അനിലക്കരെ നമുക്ക് ഓർമ്മയുണ്ടാകും. ലൈഫ് മിഷൻ്റെ കാര്യങ്ങളെല്ലാം, അതിലെ അഴിമതി മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്നത് അനിലക്കരയാണ്. എന്നിട്ടും 2021 വടക്കാഞ്ചേരി മണ്ഡലം UDFന് കൈവിട്ടുപോയി എന്നുള്ളതാണ്. 2021 പൊതുവെ ഒരു LDF തരംഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 2016 വന്നിട്ട് UDFന് 6 സീറ്റ് ഉണ്ടായിരുന്നു, LDFന് 7 ഇടങ്ങളിലും വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് ഈ 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇക്കുറി അത് മാറി മറിയും. കാരണം BJP ഒരു നിർണായക സ്ഥാനം ചെലുത്തുന്നുണ്ട്. ആ നിർണായക സ്ഥാനമുള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ അത് മുന്നണികളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. BJPയുടെ വലിയ ഒരു സാന്നിധ്യം, 2 ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ തരംഗം, ഇത് ഇത്രയും നിൽക്കുന്നത് കൊണ്ടും പല മന്ത്രിമാരെക്കുറിച്ചും വേണ്ട തരത്തിലുള്ള ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയും ഉള്ളതുകൊണ്ട് മണ്ഡലങ്ങൾ പലതും LDFന് കൈവിട്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവർ നല്ല സ്ഥാനാർത്ഥികളെ UDF തീർച്ചപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് UDFന് തൃശ്ശൂർ ജില്ലയിൽ ഒരു വലിയ വിജയമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നിലമ്പൂരിൽ ഉണ്ടായ വിജയത്തിൻ്റെ ഒരു തുടർച്ച കേരളമെമ്പാടും ഉണ്ടാക്കാൻ വേണമെന്ന് വിചാരിച്ചാൽ UDFന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചാലക്കുടിയിലെ സിറ്റിംഗ് സീറ്റ് ഇവർക്ക് നിലനിർത്താൻ കഴിയും കോൺഗ്രസിന്. ഇരിങ്ങാലക്കുട മണ്ഡലം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് UDFിൽ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മിക്കവാറും കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് കോൺഗ്രസിൽ നിന്ന് ആൻ സെബാസ്റ്റ്യനെ രംഗത്തിറക്കാനുള്ള സാധ്യതയാണുള്ളത്. ഈ നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മയുടെ മണ്ഡലമാണ്.
ബിന്ദു കൊച്ചമ്മയെക്കുറിച്ച് പരാതിയും പരാതികൾക്ക് മേൽ പരാതിയുമായിട്ട് നിൽക്കുകയാണ്. ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുളം തോണ്ടിയ ഒരു മന്ത്രി എന്നുള്ള ഖ്യാതി കൂടി ബിന്ദു കൊച്ചമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഇനിയും മണ്ഡലത്തിലേക്ക് കാലുകുത്താൻ കഴിയില്ല. LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കും അവിടെ നിന്ന് വിജയിച്ച് കയറാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം പാർട്ടിക്കകത്തും എതിർ പാർട്ടികളിലും ഒക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൻ സെബാസ്റ്റ്യനെ രംഗത്തിറക്കി കഴിഞ്ഞാൽ അതൊരു വിജയസാധ്യത ഉണ്ടാക്കാവുന്ന ഇടമാണ്. അതുപോലെ വടക്കാഞ്ചേരിയിൽ അനിൽ അക്കര 2021 പരാജയപ്പെട്ടു. അവിടെ വലിയ ഭൂരിപക്ഷത്തിനല്ല CPM വിജയിച്ചത്. അതുകൊണ്ട് ഇതിന് വലിയ ഒരു നല്ല സ്ഥാനാർത്ഥി നിർണയം നടത്തി, അല്ലെങ്കിൽ അനിൽ അക്കര തന്നെ ഇറങ്ങിയാലും വേണ്ട തരത്തിൽ ഒത്തൊരുമയോടുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ വടക്കാഞ്ചേരി ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതുപോലെ കൊടുങ്ങല്ലൂർ മണ്ഡലം, കൊടുങ്ങല്ലൂരിൽ 2011 MLA ആയിരുന്ന TN പ്രതാപൻ തന്നെ വീണ്ടും 2026 വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. TN പ്രതാപൻ 2019 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയതാണ്. TN പ്രതാപനെ കുറിച്ച് വലിയ പരാതി ഒക്കെയാണ് ഉണ്ടായത്. ഈ 2024 TN പ്രതാപൻ അവിടെ പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞതാണ്. അപ്പോഴാണ് ഈ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനെന്നുള്ള രീതിയിൽ വടകരയിൽ നിന്ന് K മുരളീധരനെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോൾ എന്തായാലും പ്രതാപനെ കൊടുങ്ങല്ലൂർ കൊണ്ടുവന്ന് നിർത്തി വിജയിച്ചാൽ, UDF വിജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രി അവിടെ തൃശ്ശൂർ ജില്ലയ്ക്ക് TN പ്രതാപനിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഇരിങ്ങാലക്കുട മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നത് പോലെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലം ലീഗിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കും. ലീഗ് വിട്ടുകൊടുക്കാനും തയ്യാറാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗ് മറ്റെവിടെയെങ്കിലും ഒരു സീറ്റ് വാങ്ങിക്കും, അതുറപ്പായ കാര്യം തന്നെയാണ്. എന്നിട്ട് കോൺഗ്രസിൽ നിന്ന് സന്ദീപ് വാര്യരെ അവിടെ നിർത്താനാണ് പാർട്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സന്ദീപ് വാര്യരെ അവിടെ ഇറക്കുന്നത്. അതുപോലെ UDFിനെ പിടിക്കാൻ പറ്റുന്ന സീറ്റ് തൃശ്ശൂർ എന്നാണ് പറയുന്നത്. പക്ഷെ തൃശ്ശൂരിലെ വിജയം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം BJP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുന്നേറ്റം ചില്ലറയല്ല. അതിനകത്ത് ഒരുപക്ഷെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് താനിനി മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ VM സുധീരനെ അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് പോലും ഇടപെടുകയും ചെയ്യും. അദ്ദേഹം ഒരുപക്ഷെ വിജയിച്ചു വന്ന് UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരാൾ കൂടി അവകാശി ഉണ്ടാകുമെന്ന് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ UDFിനെ 6 മാസം കൂടുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ 5 കൊല്ലത്തിനിടയ്ക്ക് കുറേ പേർക്ക് മുഖ്യമന്ത്രി പദവി കൊടുത്തിരുത്താൻ സാധ്യതയുള്ളൂ. ഒരു തൃശ്ശൂർ ജില്ലക്കാരൻ എനിക്ക് അയച്ച ഒരു വാട്സാപ്പ് സന്ദേശം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ ജില്ല UDFിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചാലക്കുടി UDF തന്നെ നിർത്തും. ഇരിങ്ങാലക്കുട, ഒല്ലൂർ, കൊടുങ്ങല്ലൂർ, മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങൾ UDF നേടാൻ സാധ്യതയുണ്ട്. നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണയും കുന്നംകുളവും വടക്കാഞ്ചേരിയും നേടാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴത്തെ MLAമാരാണ് മത്സരിക്കുന്നതെങ്കിൽ നാട്ടികയും തൃശ്ശൂരും LDFിന് നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. തൃശ്ശൂരിൽ പിന്നെ സാധ്യത BJPക്കാണ്. ചേലക്കര, പുതുക്കാട്, കയ്പമംഗലം മണ്ഡലങ്ങളിൽ ആരെ നിർത്തിയാലും LDF എളുപ്പത്തിൽ ജയിച്ചു കയറും എന്നാണ് ഈ സുഹൃത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ MLAമാരെ മാറ്റി പ്രതിച്ഛായുള്ള യുവാക്കളെ പരീക്ഷിച്ചാൽ കുന്നംകുളത്തും മണലൂരും ഇരിങ്ങാലക്കുടയിലും LDFിന് നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറാം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലിൽ പറയുന്നത് 7 എണ്ണം UDFിന്, 5 എണ്ണം LDF, 1 സീറ്റ് BJPക്കും കിട്ടും എന്നാണ്. അദ്ദേഹം ഒരു പാർട്ടിയിലും പെട്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാട്സാപ്പ് സന്ദേശം നൽകിയിരിക്കുന്നത്.